കേരളത്തിലോ ലോകത്തിലോ ജീവിച്ചിരിക്കുന്ന ആരെക്കുറിച്ചും പറയാൻ വേണ്ടിയല്ല ഇക്കാര്യം പറയുന്നത്. ഒരു പൊതു തത്വം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. സാധാരണ ന്യായീകരിക്കാൻ വേണ്ടി, നീതീകരിക്കാൻ വേണ്ടി, മുഖം രക്ഷിക്കാൻ വേണ്ടിയൊക്കെ ആളുകൾ നുണ പറയും. അങ്ങനെ ഒരു നുണ പറഞ്ഞാൽ ആ നുണയെ ഉറപ്പിക്കാൻ വീണ്ടും അടുത്ത നുണ പറയേണ്ടി വരും. ആദ്യത്തെ നുണ പെറ്റ രണ്ടാമത്തെ നുണ നിലനിൽക്കണമെങ്കിൽ വീണ്ടും നുണ പറയേണ്ടി വരും. അങ്ങനെ നുണ നിരന്തരമായി പ്രസവിച്ചു കൂട്ടും. നുണ കൊണ്ട് ഒരു കോട്ടമതിൽ കിട്ടി സത്യത്തെ മറയ്ക്കാനുള്ള തീവ്രമായ ശ്രമത്തിനിടയിൽ ഇങ്ങനെ പെറ്റുപെരുകുന്ന നുണകൾ അസംഖ്യമാകും. അവ തമ്മിൽ തമ്മിൽ വൈരുദ്ധ്യമുള്ളവയാവും. എന്നിട്ട് ഈ നുണകൾ തമ്മിൽ പടവെട്ടി മരിക്കും. സത്യം ഒന്നും ചെയ്യേണ്ടതില്ല. ആ നുണകൾ തമ്മിൽ തമ്മിൽ എതിർത്ത് ഒടുവിൽ നുണയുടെ കോട്ട തകരും, സത്യം വെളിപ്പെടും. ഇതൊക്കെ കാണുന്നുണ്ടല്ലോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുകയോ വിധിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നുണയ്ക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നുണയാൽ തന്നെ തകരും. അതിൻ്റെ പല അടയാളങ്ങളും രാഷ്ട്രീയത്തിലും ജീവിതത്തിലും ഒക്കെ നമുക്ക് കാണാം. ഇത് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഓർത്തു പോകുന്നുണ്ടെങ്കിൽ സോറി, അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല എന്ന് വിചാരിക്കേണ്ട. ചിന്തിച്ചിട്ട് തന്നെയാണ്.